ഞങ്ങളിങ്ങനെ പോന്നപ്പോഴേ ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട്. പച്ചമുളക്, സവാള, പിന്നെ മീറ്റ് റോൾ ഉണ്ട്, ചെറിയൊരു മീറ്റ് റോൾ ഉണ്ട്. വെള്ള താമരപ്പാണ് ഇവരുടെ മെയിൻ നേർച്ച. നിക്സന്റെ കാര്യം പറയണ്ടല്ല, ഫുൾ കൈപ്പണിയാണ്. കൈപ്പണി എന്ന് പറഞ്ഞാൽ അതിന്റെ ഉസ്താദാണത്. ഇതേ കണ്ടില്ലേ, അപ്പുറത്തെ വീട്ടിൽ നിന്ന് വടിവാളൊക്കെ മേടിച്ചു വന്നേക്കാണ്. എന്താവോ എന്തോ. ടച്ച് ആൻഡ് ട്രാവൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാദിർക്കായും കുടുംബത്തെയും പിരിഞ്ഞു പോരാൻ ഞങ്ങൾക്ക് മനസ്സുണ്ടായിരുന്നില്ല. കാരണം എനിക്കൊരു മയിൽപ്പീലി ഇതുപോലെ ഓർമ്മയ്ക്കായിട്ട് തന്നത് ഞാൻ സൈക്കിളിൻ്റെ ഹാൻഡിൽ ബാറിൽ അങ്ങനെ കുത്തി. അതേപോലെ തന്നെ അവരുടെ ഫുഡ്, അവരുടെ ട്രീറ്റ് എല്ലാം സൗജന്യമായിരുന്നു. ഒരു രൂപ പോലും വാങ്ങിക്കാതെ സ്നേഹസമ്പന്നനായിട്ടുള്ള ഒരു കുടുംബം, നല്ല മക്കൾ, എല്ലാവരും ഒരേപോലെ തന്നെയുള്ള പെരുമാറ്റം. ഇനി സിഗിരിയിലോട്ടുള്ള യാത്രയാണ് നമുക്ക്. അപ്പോൾ അവിടുത്തെ യാത്രാവിശേഷങ്ങളെല്ലാം പുറകെ വരുന്നുണ്ട്. കൊടുങ്കാടാണെന്ന് പറയണം, ഇടയ്ക്ക് പട്ടണം ഉണ്ടെന്ന് പറയണം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം പുറകെ. ഒരു യാത്രക്കാരൻ വഴിയിൽ വെച്ച് പരിചയപ്പെട്ടിട്ട് എൻ്റെ ക്യാമറ ഫോൺ വാങ്ങിച്ച് വീഡിയോ എടുത്ത് തന്നാണ് കേട്ടോ. ഇങ്ങനൊരു വീഡിയോ ഇടയ്ക്കിടയ്ക്ക് കിട്ടാനായിട്ട് ഭയങ്കര ആഗ്രഹമാണ് എനിക്ക്. ഞങ്ങളിങ്ങനെ പോന്നപ്പോഴേ ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട്, ഹസ്ന സൈക്കിൾ സെൻറ്റർ. ഇവിടെ ഉണ്ടല്ലോ പഴയ ജപ്പാൻ്റെ എല്ലാം സൈക്കിൾ ഇരിപ്പുണ്ട് കേട്ടോ. ഹബ്ബ്, ഡൈനാമോ ഒക്കെ ഉള്ള ടൈപ്പാണ്. ചെറിയ ഫോൾഡിങ് ബൈക്കാണ്. ഒരു 3, 6, 8 സൈക്കിൾ ഇരിപ്പുണ്ട്, ഡൈനാമോ ഇതൊക്കെ ഉള്ളത്. പിന്നെ അതുപോലെ BMW ഒരു സൈക്കിൾ ഇരിപ്പുണ്ട്. ഇതെല്ലാം ഇവിടുത്തെ 25,000 രൂപയൊക്കെ വരുന്നത്. 39,500, 33,500 അങ്ങനെയൊക്കെ വരും. അപ്പോൾ നമ്മുടെ അവിടെ ഒരു 7,500 രൂപയൊക്കെ വരുള്ളൂ ഇവിടുത്തെ 25,000 എന്ന് പറയുമ്പോൾ. ഈ സൈക്കിളിനൊക്കെ സാധാരണ നമ്മുടെ വലിയ സൈക്കിളില്ലേ, അതിനൊക്കെ ഇവിടുത്തെ 50,000 രൂപ, 45,000 രൂപയ്ക്കാണ് വരുന്നത്. നമ്മളിവിടെ 7,000 രൂപ ഉള്ളത്. ഇതാണ് ഇതിൻ്റെ ഓണർ. പേര് അരുഷ് എന്ന പേര്. ഇവിടുന്ന് അയക്കാൻ പറ്റില്ലെന്ന് പറയണത്. ഇതൊരു ഒരുവിധം വലിയൊരു ഷോപ്പാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി അടുത്ത സ്ഥലങ്ങളിലേക്ക് നമുക്ക് യാത്രയാകാം. ഒരാൾ ഞങ്ങളെ ഫോളോ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. കുറേ നേരം ഒരാൾ ശ്രമിക്കണം എങ്ങനെയെങ്കിലും ഒന്ന് ഓവർടേക്കണമെന്ന് വെച്ചിട്ട്. സിംഹളയുണ്ടോ, സിംഹളക്കാരൻ. പേര് നെയിം നെത്മിന. തമിഴ് തെരിയും. സിംഹള. നെത്മിന പേര്. നെയിം നെത്മിന. ഓക്കെ, താങ്ക് യു, ബൈ. ഇവൻ സിംഹളക്കാരനാ, നെത്മിന എന്നാ പേര്. അപ്പോൾ കുറേ നേരമായിട്ട് ഞങ്ങളിങ്ങനെ ഫോളോ ചെയ്യാനുണ്ട്. ഒരു കതച്ച് വിഷമിച്ച് ഇങ്ങനെ. പിന്നെ ഞങ്ങൾ സ്ലോ ചെയ്ത് കൊടുത്തിട്ടാ. അവന് തമിഴൊന്നും അറിയില്ല, ഇംഗ്ലീഷും അറിയില്ല. നെയിം എന്ന് പറഞ്ഞപ്പോഴാണ് നെത്മിന എന്ന് പറഞ്ഞത്. ഇങ്ങനെ കുറേ പേര് വരാറുണ്ട്, ചിലപ്പോഴൊന്നും വീഡിയോ എടുക്കാൻ പറ്റാറില്ല. രാവിലെ 7:30 ഇറങ്ങി. ഇപ്പോൾ ഏകദേശം അല്ല 10:40 51 കിലോമീറ്റർ കഴിഞ്ഞിപ്പോൾ. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാനായിട്ടൊരു കടയിൽ കയറി. അവിടെ ബ്രെഡ് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, മാനുഫാക്ചറിങ് ചെയ്യണതാണ്. ഇത് കണ്ടില്ലേ, ബ്രെഡൊക്കെ ഇവർ ഉണ്ടാക്കുന്നതാണ്. ഇവിടെ മെഷീൻ ഇതെല്ലാം ഇരിപ്പുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം, നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ. ഇതാണ് സാധനം. മധുരമാണോ ഇത്? എങ്ങനെയുണ്ട് നോക്കിക്കേ. സാൻഡ്വിച്ച്. ബീഫാണ് കേട്ടോ, ബീഫ് ഇറച്ചിയാണ്, ഇറച്ചി. പച്ചമുളക്, സവാള, പിന്നെ മീറ്റ് റോൾ ഉണ്ട്, ചെറിയൊരു മീറ്റ് റോൾ ഉണ്ട്. എന്നാലും 100 രൂപ എന്ന് പറയുമ്പോൾ ഒരു ചായയുടെ പൈസ നമ്മുടെ അവിടുത്തെ. അപ്പം 15 രൂപ വെള്ളത്തിൻ്റെ പൈസ. ഇത് കുഴപ്പമില്ല എന്നാലും, അല്ലേ ലേൻ ചേട്ടാ, എൻ്റെ അഭിപ്രായം കുഴപ്പമില്ല. ഇത് ഇതിന്റെ പ്രത്യേകതയല്ലേ, ഓവർ ഷുഗറി അല്ല, മധുരം കുറവാണ് ഇതിനകത്ത്. മറ്റു ബാക്കിയെല്ലായിടത്തും കഴിച്ചാൽ ഓവർ ഷുഗറാണ്. ഇത് കൊള്ളാട്ടെ, ഈ കട കണ്ടുപിടിച്ച് എന്തായാലും നന്നായി. ഇതൊരു ബുദ്ധമതം സിംഹളക്കാരുടെ ഒരു അമ്പലമാണ്. ഇവരുടെ എന്തോ ഒരു ഉത്സവം നടക്കുകയാണ്. കറക്റ്റ് ചോദിക്കാനാ ഒന്നും പറ്റിയിട്ടില്ല. ഇവർക്ക് വേറെ ഭാഷ ഒന്നും അറിയില്ല, സിംഹള അല്ലെങ്കിൽ ഇംഗ്ലീഷ് കുറച്ച്. എന്തായാലും ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. നിങ്ങൾക്ക് നേർച്ച എല്ലാം കൊണ്ടുവന്ന് വന്നിട്ടാ. ഇവിടുത്തെ ഉത്സവം എന്ന് പറയണം ബുദ്ധൻ. ഞങ്ങളെ കണ്ടപ്പോഴത്തേനും ഇവിടെയുള്ള ആളുകൾ ഇങ്ങനെ നേർച്ച കൊണ്ടുവന്നു. പഴം എന്തോരം വേണമെങ്കിലും എടുക്കാം. പഴം, പേരക്കെല്ലാം ഞങ്ങളെടുത്ത്. അതിങ്ങനെ വൈറ്റ് ഡ്രസ്സാണ് കൂടുതൽ. വൈറ്റ് ഡ്രസ്സ് എടുത്താണ് ഇവിടെ എല്ലാവരും വന്നേക്കണം.
തേങ്ങ, അതേപോലെ പൂക്കൾ, ഫ്രൂട്ട്സ് ഇങ്ങനെയുള്ളതെല്ലാം എടുത്തിട്ട് വലം ചുറ്റി വന്ന് ഇവിടെയുള്ളവർക്കെല്ലാം ഇങ്ങനെ വിതരണം ചെയ്യും. അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് കൊടുക്കാൻ പറഞ്ഞ ഒരാൾ, അപ്പോൾ തന്നെ അയാൾ കൊണ്ടുവന്ന് തന്നതാണ്. വെള്ള താമരപ്പൂവാണ് ഇവരുടെ മെയിൻ നേർച്ച. ഇതില്ലേ കട്ടുസിയ എന്ന് പറഞ്ഞൊരു സ്തൂപമാണ്. ഇവിടെ നിന്നാണ് ബുദ്ധമതം ശ്രീലങ്കയിൽ ആദ്യമായിട്ടുണ്ടായത്. ഇതിൻ്റെ ചരിത്രമെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്, പക്ഷേ കുറച്ച് എഴുതിയിട്ടില്ല. ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ട് ഒരുപാട് വർഷം ഇവിടെ നിന്നാണ് ഈ ബുദ്ധമതം സ്ഥാപിതമായത്. ഇവിടെ നിന്നാണ് ഈ ശ്രീലങ്കയിൽ മൊത്തം ബുദ്ധമതം തുടങ്ങി വെക്കാനായിട്ടുള്ള സ്ഥലം ഇതാണ്. ഇവിടെ നിന്ന് ആളുകൾ തേങ്ങയെല്ലാം ഉടക്കുന്നുണ്ട് പ്രാർത്ഥിച്ചിട്ട്. നമ്മുടെ ശബരിമലയിലൊക്കെ ഉടക്കുന്ന പോലെ തേങ്ങ വന്ന് ഉടക്കണ നേർച്ചയെല്ലാം ഉണ്ട്. പെണ്ണുങ്ങളും കുട്ടികളും ഇവരെല്ലാം ഇവിടെ വരുന്ന നേർച്ച മുഴുവനും നമുക്ക് തരും. പല ആളുകൾ അവിടെ നിന്നെല്ലാം ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട് നേർച്ചയ്ക്ക് വേണ്ടിയിട്ട്. എന്തൊക്കെയോ ഫ്രൂട്ട്സ് എല്ലാം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ചുറ്റിനും വരും. നമുക്കിതെല്ലാം കഴിക്കാനൊക്കെ തരും ഇവർ. ലെനിൻ ചേട്ടൻ്റെ സൈക്കിളിനൊരു പണി കിട്ടി. അത് മുളങ്കമ്പ് കൊണ്ട് ഞാൻ നേരെയാക്കി കൊടുത്തിട്ടാണ്. അന്നേരം പറ്റിയെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാഗ് വന്നിട്ട് ഈ വീലിൽ ഒരയാണ്. അപ്പോൾ ഈ വീലിൽ ഒരയണ കൊണ്ടിട്ട് എപ്പോഴും ഇങ്ങനെ ഇറങ്ങി അത് അകത്തി വെക്കേണ്ട അവസ്ഥയായി. അപ്പോൾ ഒരു വെൽഡിങ് വർക്ക്ഷോപ്പ് നോക്കി കണ്ടുപിടിച്ചിട്ട് അതിനൊരു പൈപ്പൊക്കെ ഇടാമെന്ന് വിചാരിച്ചപ്പോൾ അത് കിട്ടാനില്ല. പിന്നെ കാട്ടിൽ നിന്ന് പോയിട്ടൊരു മുളങ്കമ്പ് വെട്ടിയെടുത്ത് ടൈ ഇരിപ്പുണ്ടായിരുന്നു. ആ ടൈ കൊണ്ട് കെട്ടി ഉറപ്പിച്ച് അതിന് ശേഷം ഞങ്ങൾ ചവിട്ടി നോക്കി. ഒരു കുഴപ്പമുണ്ടായില്ല, പെർഫെക്റ്റായിട്ട് അതിരുന്നു. ഇപ്പം അത് അപ്പോൾ പറയണേ, ശ്യാമ് പറയണേ, നിക്സൺ കൈപ്പണിയല്ലേ കൈപ്പണിയെന്ന്. ഞാൻ എന്ത് കിട്ടിയാലും എന്താ പറയണ, വല്ലഭന് പുല്ലുവായതു എന്ന് പറഞ്ഞതുപോലെ എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കണമായിരുന്നു. എന്നിട്ടത് എല്ലാം പെർഫെക്റ്റായി. പിന്നീട് അതൊരു കുഴപ്പമുണ്ടായില്ല. ഞാൻ ഇടയ്ക്ക് കാണിച്ചു തരട്ടെ അതിൻ്റെ വീഡിയോ. കൈപ്പണി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉസ്താദാണത്. ഇതേ കണ്ടില്ലേ, അപ്പുറത്തെ വീട്ടിൽ നിന്ന് വടിവാളൊക്കെ മേടിച്ചിട്ട് വന്നേക്കാണ്. എന്താവോ എന്തോ, ഇത് മാത്രം മതി. ഇന്ന് ഞങ്ങൾ നല്ലൊരു ഹോട്ടൽ കണ്ടുപിടിച്ച്. മീൽസ് ചോറുണ്ട്, നമുക്ക് സെൽഫായിട്ട് എടുത്ത് കഴിക്കാം. പിന്നെ ഇത് ചമ്മന്തി, ഇത് പരിപ്പ് അല്ലേ, മീൻകറി, പിന്നെ ഇത് വെണ്ടയ്ക്ക, പരിപ്പ്, പപ്പടം, ജാക്ക് ഫ്രൂട്ട്, ചക്ക ഉണ്ട്. ഇത് കടച്ചക്ക. ഇത് മാമ്പഴം. അപ്പോൾ ഇത് ഇവിടുത്തെ അമ്മച്ചിയാണിത്. എന്തായാലും നല്ല സൂപ്പർ. ഇത് 550 രൂപയാണ് ഒരു ഊണിന്. അപ്പം അത് ചിക്കൻ്റെ. അതിന് വെജിറ്റബിൾ ആണെന്നുണ്ടെങ്കിൽ 400 രൂപ. അങ്ങനെയാണ് ഇവിടുത്തെ കട. ഞാൻ കാണിച്ചു തരാട്ടെ എങ്ങനെയാണ് കട. ഈ കാണുന്നതാണ് സ്നഗ് ജ്യൂസ് കിച്ചൺ. ഇതാണ് കട. ഇത് നല്ലൊരു ഇരിക്കാനായിട്ടൊക്കെ നല്ല ചെയറും നല്ലൊരു ടൂറിസം ഒരു സെറ്റപ്പ് ഉണ്ട്. ഇവിടുത്തെ ആൻറ്റിയാണിത്. നല്ലൊരു സ്നേഹമുള്ളൊരു നല്ല പെരുമാറ്റവും. നമ്മൾ വന്നു കഴിഞ്ഞ് ഈ വഴി വന്നു കഴിയുകയാണെങ്കിൽ ഇവിടെ കയറി കഴിച്ചാൽ ധൈര്യമായിട്ട് കഴിക്കാട്ടോ. നമ്മളെ കേരളത്തിൽ വന്നതിന് ശേഷം അത്രയധികം പച്ചക്കറികൾ ചേർത്തിട്ടൊരു ഊണ് ആദ്യമായിട്ടാണ്. എല്ലായിടത്തും വളരെ ലിറ്റിൽ ഇത്തിരിയൊക്കെ ദാൽ എല്ലായിടത്തും കിട്ടും, പക്ഷെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർത്തിട്ടുള്ള ഊണ് അതും ഇത്ര ടേസ്റ്റാണ്. മീൻകറി, ഫിഷ്, ഇത് ചിക്കനാണ്. ചിക്കൻ ചമ്മന്തി, നമ്മുടെ നാട്ടിലെ ചമ്മന്തി, സെയിം ചമ്മന്തി. അതല്ലാതെ കടച്ചക്ക കറി, ലേഡീസ് ഫിംഗർ, ഇവിടുത്തെ ആൻറ്റി. പിന്നെ വേറൊരാളും കൂടി ഉണ്ട് ഇവിടെ. ഇവർ രണ്ടുപേരും കൂടിയാണ് ഈ കട നടത്തുന്നത്. ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടപ്പോഴേ ഒരു മീൻകറി എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്താണെന്നറിയാൻ വേണ്ടി വന്നപ്പോഴത്തേനേ വണ്ടിയുടെ അകത്ത് നോക്കിയപ്പോഴാണ് തൈരാണ്. അതിങ്ങനെ മൺകലത്തിലാണ് കേട്ടോ. ഇത് 550 രൂപ. മൺകലത്തിലാണിത്. ഇതിനകത്ത് കട്ടി തൈരായിരിക്കും. ഇവിടുത്തെ 550 രൂപ. ഇത് പ്രൈസ് 1000 ഇന്ത്യ 1000 എന്ന് തോന്നണം. അവർക്ക് ഇംഗ്ലീഷും അറിയില്ല, തമിഴും അറിയില്ല. ചെറുത് ഞങ്ങൾ വാങ്ങിച്ച് 550 രൂപ. മറ്റേത് 1200 ആയിരിക്കും ചിലപ്പോൾ വലുത്. അത് എത്രയാണെന്ന് അവർക്ക് പറയാൻ അറിഞ്ഞുകൂടാ. എന്തായാലും കട്ടിത്തരാണെന്ന് പറഞ്ഞ് ശ്യാമ അതെടുത്ത് വെച്ചിട്ട്
തുറന്നു നോക്കാൻ വേണ്ടി ഒന്നും തുറന്നു നോക്കിക്കേ ശ്യാമേ. ഇവിടെ വെച്ചേ ഒന്ന്, ഇവിടെ തന്നെ വെച്ചേ. ആ അതെ, സ്പൂൺ കൊണ്ടൊന്ന് കോരി നോക്കിക്കേ ജസ്റ്റ്. ആ കണ്ട, കട്ടി കണ്ട അതിൻ്റെ. 550 രൂപ ഇവിടുത്തെ. സംഭവം മുളയുടെ പരിപാടി ഏറ്റിട്ടാ, വേഗം അനങ്ങണില്ല. ആ നല്ല സ്റ്റെബിലിറ്റി ആയിപ്പോൾ. ഇവിടെ വേറൊരു സംഭവം കണ്ടിട്ടാ, ഇങ്ങനെ ഈ ഭക്ഷണമായിട്ടേ, ഒരു പാത്രത്തിൽ ഭക്ഷണമായിട്ട് ഇല എടുത്തിട്ടില്ലേ, പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണതാണ്. ഇങ്ങനെ ഉറക്കെ വിളിക്കുന്നുണ്ട്, ചോ 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 എന്ന് ഉറക്കെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ഇലയിൽ അവിടെ പൊതിഞ്ഞേട്ടി വെക്കും, എന്നിട്ട് പട്ടികൾ വന്ന് തിന്നും. ഇത് കണ്ട, തിന്നണ കണ്ട, ഇങ്ങനെ വഴി നീളെ ഇവരിങ്ങനെ പട്ടിക്ക് ചോറ് കൊടുത്തോണ്ടിരിക്കണേ. കേട്ട, പട്ടിയുടെ ശബ്ദം എടുക്കണ കേട്ടോ ഇവര്. വരുന്ന വഴിക്ക് ഇവിടെ മീൻ പിടിക്കണുണ്ട് കേട്ടോ. കുറച്ചൊരു വെള്ളത്തിൽ ഇറങ്ങിന്ന് പാവങ്ങളെ പിടിക്കേണ്ട. ഷോ മീ പ്ലീസ്. വാവ്, നൈസ്. ആ സമ്മതിക്കണോട്ട് വരും. എന്താണെന്നറിയോ, മണിക്കൂറുകളോളം ഇങ്ങനെ വെള്ളത്തിൽ നിന്നിട്ട് പെട്ടെന്ന് കിട്ടുന്നുണ്ട്. ഇത് കണ്ടില്ലേ, നമ്മുടെ അവിടുത്തെ ഈ കറൂപ്പ് എന്നൊക്കെ പറയില്ലേ, കരിപ്പട്ടി, കറൂപ്പ്, അങ്ങനെയുള്ള സാധനങ്ങളാണ് കേട്ടോ. കറൂപ്പിനെ പോലെ തന്നെ ഇരിപ്പുണ്ട്. ഓക്കെ, താങ്ക് യു, ബൈ ബൈ. അങ്ങനെ നോക്കി, ദൂരത്തേക്ക് നോക്കി, സിഗ്രി ഇവിടെയാണ് നമ്മളിപ്പോൾ പോകാൻ പോണത്. എൻ്റെ ജീവിതത്തിൽ വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായ സിഗ്രിയ, അതിൻ്റെ മുകളിൽ കയറാൻ വേണ്ടി. അത് കണ്ടപ്പോൾ തന്നെ ഉണ്ടല്ലോ ഭയങ്കര ഒരു സന്തോഷം. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഇവിടെ പോയില്ലേലും കുഴപ്പമില്ലെന്ന് ഞാൻ ഇവരോടും പറയണമായിരുന്നിട്ടാ. പക്ഷേ ദൂരം കുറേ ഉണ്ട്, ഇങ്ങനെ ചുറ്റിക്കറങ്ങി കാടിനകത്തുകൂടി എല്ലാം കയറണം. ഇത് കണ്ടില്ല, ഈ താമരക്കുളം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പോണ വഴിക്ക് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ ബുദ്ധന് ഇഷ്ടപ്പെട്ട താമര, അത് ഇവിടെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ മീനുകളും മീൻ പിടിക്കാനായിട്ടുള്ള ആളുകളെല്ലാം ഉണ്ട് ഇവിടെ. ഈ ചെറിയ കൊട്ട കമഴ്ത്തി വെക്കും, ട്രാപ്പ്, അതെല്ലാം കണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എവിടെയോ ഞാൻ കണ്ട്, ഒന്നുകൂടി നോക്കട്ടെ, എന്നിട്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം അത്. അപ്പോൾ പോരുന്ന വഴിക്ക് ഇതേ 2 പേരെ കണ്ട്. അവർ ഭാര്യയും ഭർത്താവുമാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് സമൻ എന്നാണ്, ഭാര്യയുടെ പേര് കമല. അപ്പോൾ അവരെ പരിചയപ്പെട്ട്, അപ്പോൾ എനിക്ക് വേണ്ടി മീൻ പിടിക്കണത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇവരിവിടെ കുറേ ട്രാപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ട്രാപ്പ് ഈ കമലയുടെ കയ്യിൽ ചാക്ക് കൊടുത്ത് മീനിടാനുള്ള, അതിന് കുറച്ച് മീൻ കിടപ്പുണ്ട്, അത് കയറി വരുമ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സമൻ പോയിട്ട് ആ ട്രാപ്പ് എടുക്കാനായിട്ടാണ് പോണം. ട്രാപ്പ് എടുത്ത് കഴിയുമ്പോൾ മീൻ കിട്ടണമെങ്കിൽ, നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഇവിടുത്തെ മീൻ കാണാം. അവർ തലേ ദിവസം ഇട്ട് വെച്ചിരിക്കുന്ന ഇത് ട്രാപ്പ് പൊക്കിയിട്ട്, അതിൽ മീനുണ്ടെന്ന് തോന്നണം കേട്ടോ. ഒന്നുമില്ല കേട്ടോ. അയ്യോ, ഞാൻ വിചാരിച്ച് മീനുണ്ടാകുമെന്ന്. അപ്പോൾ പുള്ളിക്കാരൻ അതുമായിട്ട് അങ്ങോട്ട് നീങ്ങി വേറെ സ്ഥലത്ത് ഇടാനുള്ള പ്ലാനാണ്. അവിടെ അപ്പം അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അങ്ങോട്ട് നീക്കിയിട്ട് എന്നൊക്കെ കമല പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സമൻ അത് മാറ്റി വേറെ സ്ഥലത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ കിട്ടുമല്ലോ. അപ്പോൾ കമലയും കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മീൻ കിട്ടുകയാണെങ്കിൽ ചാക്കിലേക്ക് മാറ്റണമല്ലോ. അപ്പം അങ്ങനെ 2 പേരും കുറേ നേരം ഇങ്ങനെ മീനൊക്കെ പിടിച്ച് നടപ്പുണ്ടായി. പിന്നെ നമ്മുടെ ചേട്ടന്മാർ പോയതുകൊണ്ട് ഞാനത് കാത്ത് നിന്നില്ല. ഓ, ശ്യാമ് നിർത്താതെ പോയി. ഇത് നോക്കിയേ, നമ്മുടെ കേരളം പോലെയൊക്കെ തന്നെ. മൂന്നാറേക്ക് പോണ വഴി, അല്ലെങ്കിൽ വാഗമണ്ണ് പോണ വഴി, അങ്ങനെയൊക്കെ ഇരിക്കും, അല്ലാതെ വ്യത്യാസമൊന്നുമില്ല. ഇവിടെയുള്ളവർക്കേ ഈ ഭാഷ ഒരു പ്രശ്നം തന്നെയാണ്. കാരണം തമിഴും അറിയില്ല, വേറെ നമ്മുടെ ഭാഷ ഒന്നും അറിയില്ല, ഇംഗ്ലീഷ് കാര്യങ്ങളൊന്നും അറിയില്ല. ഒരു വഴി പറഞ്ഞു തരുന്ന ഒരു സംഭവമാണ് കാണുന്നത് കേട്ടോ. ഇവരിപ്പോൾ ചോദിക്കുമ്പോഴത്തേനും കേട്ടോട്ടാ. Habarna town
roundabout. Candy. Candy Road, Main Road, Candy Road. Inamalur town. Town. Yes. Left. Left. It was Sigiriya, Main Road. Elephant. No. Elephant, no. No. Polonnaru Road, elephant. Have. No. Accident. Polonnaru, Jungle. Jungle. No. Habarana, Polonnaru, no road. Okay. Thank you. ഇവിടെ ഇങ്ങനെ ഒരു വണ്ടി ഉണ്ട് കേട്ടോ, ബണ്ണ് വണ്ടി. ഇത് ഇങ്ങനെ മ്യൂസിക് ഇട്ടിങ്ങനെ നടക്കും. നിറച്ച് ബണ്ണ് സാധനങ്ങളൊക്കെ എല്ലാം ഇട്ടിട്ട് ഇങ്ങനെ നാട്ടിൽ നമ്മുടെ ഇവിടെ മീൻ വിൽക്കാൻ വേണ്ടി നടക്കുന്നത് പോലെ ഇങ്ങനെ ബണ്ണ് നിറച്ച് വെച്ചിട്ട് മ്യൂസിക് എപ്പോഴും ഉണ്ടാവും. അത് എല്ലായിടത്തും കാണുന്നൊരു കാഴ്ചയാണ്. ഇത് സബർണ എന്ന് പറഞ്ഞൊരു ജംഗ്ഷനാണ് കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ വരുന്ന വഴിക്ക് നിന്ന് വലത്തോട്ട് ആ വഴിക്ക് പോയി കഴിഞ്ഞാൽ 22 കിലോമീറ്റർ ഉണ്ട്. ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ 15 കിലോമീറ്റർ ഉള്ളു. ഇത് ആനയൊക്കെ ഉണ്ടാവുമെന്നാണ് പറയണത്. പക്ഷേ 15 കിലോമീറ്റർ ഉള്ളു. അപ്പോൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് കരുതി എല്ലാവർക്കും. ഇതിലേക്ക് പോകാൻ തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അവിടെ പോയിട്ട് വല്ല ആനേനെ കാണണമെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ 108 കിലോമീറ്റർ കഴിഞ്ഞു, 109 ആകാൻ പോകണം കേട്ടോ. അപ്പോൾ നമുക്ക് സിഗിരിയിലേക്ക് 25 കിലോമീറ്ററാണ് ആ വഴി പറഞ്ഞത്. ഇതിൽ 15 കിലോമീറ്റർ ഇല്ല. അപ്പോൾ 10 കിലോമീറ്റർ ലാഭമുണ്ട്. പക്ഷേ ഇതിലൂടെ പോകാനുള്ള കാര്യം വെച്ചാൽ ആന എന്നെ കാണാമെന്ന് പറയണ്. ചിലപ്പോൾ കാണാൻ പറ്റും. ഇപ്പോൾ ഒരാൾ പറഞ്ഞ് പ്രശ്നമൊന്നുമില്ല, അതങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്നാണ് പറയണത്. അപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കാം. ഞങ്ങളപ്പോൾ പോരുന്ന വഴിക്ക് ഇവിടെ വിൻറ്റേജ് ബൈക്ക് ഇരിക്കണം കേട്ടോ. നല്ല പഴക്കമുണ്ട് കണ്ടിട്ട്. ഗിയറെല്ലാം ബോട്ടം ട്യൂബിലാണുള്ളത്. നമ്മുടെ അവിടേക്ക് ഇത് കിട്ടാനേ ഇല്ല. അപ്പം ഇയാളോട് ചോദിച്ചു, ഇതാണ് ഇവിടുത്തെ ഓണർ. പഴയ സാധനങ്ങളെല്ലാം കുറേ ഉണ്ട് ഇവിടെ. പക്ഷേ ഇതിൻ്റെ പഴക്കം ചോദിച്ചിട്ട് അതൊന്നും പുള്ളിക്ക് മനസ്സിലാവണില്ല. അപ്പോൾ ഇതിൻ്റെ വില ചോദിച്ച് റേറ്റ് എന്ന് പറഞ്ഞപ്പോഴത്തേനും ഏകദേശം പുള്ളിക്ക് മനസ്സിലായി. അപ്പോൾ പുള്ളിക്കാരനോട് ചോദിച്ചപ്പോൾ 55,000 രൂപയെന്നാണ് പറഞ്ഞത്. ഈ ശ്രീലങ്കൻ മണി 55,000 രൂപ. പിന്നെ അതേ യൂണി ബൈക്ക് ഇരിപ്പുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ ഞാൻ കുറേ പ്രാക്ടീസ് ചെയ്താണ്. ഒരുവിധം ആയി വന്നപ്പോഴത്തേനും പിന്നെ വിട്ടുപോയി. അത് ഇവിടെ ഇരിപ്പുണ്ട്. അതിനൊക്കെ നിസ്സാര വിലയുള്ളൂ. പുള്ളി 10,000 രൂപയ്ക്ക് ചോദിക്കണത്. പിന്നെ അതേപോലെ നമ്മുടെ അവിടുത്തെ മരം വെട്ടണ മെഷീനുണ്ട്. എനിക്കും ഇതിവിടെ ആവശ്യമുള്ള സാധനമായതുകൊണ്ടും പിന്നെ സ്റ്റില്ലിൻ്റെ നല്ല വില കൂടിയ മെഷീനാണ്. അതിനെല്ലാം പുള്ളി 55,000 തന്നെ ചോദിക്കണം. ഏതെടുത്താലും 55,000 എന്ന് തോന്നണം കേട്ടോ. ആ വഴി ഇങ്ങ് വരുമ്പോൾ ഈ ഇവിടെ നിന്നൊരു വലത്തേക്കൊരു വഴിയുണ്ട്. അപ്പോൾ ഒരു റുക്മാലി റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റ് ഹോട്ടലിൽ ഇവിടെ റൂമും എല്ലാം അവൈലബിൾ ആണ്. ഇവിടെ നിന്ന് നേരെയാണ് പോകേണ്ടത്. ഇനി 13 കിലോമീറ്റർ ഉണ്ട്. പോവാം. അപ്പോൾ നമ്മൾ കാടിൻ്റെ അകത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞു. ഇനിയാണ് ഡേഞ്ചറസ്. പലരും പറഞ്ഞ് അതിലേ പോകേണ്ട, സൈക്കിൾ അങ്ങനെ ആരും പോവാറില്ല, അപകടമാണ്, ആനയെ കാണും, പിന്നെ പല മൃഗങ്ങളും എന്നെല്ലാം പറഞ്ഞു. പക്ഷേ ഞങ്ങളൊരു ധൈര്യത്തിൽ അങ്ങോട്ട് പുറപ്പെട്ട് എന്തായാലും വന്നതല്ലേ, അപ്പോൾ 10 കിലോമീറ്റർ ലാഭിക്കാം, ഇതെല്ലാം കാണാമെന്നുള്ള ഒരു ധൈര്യത്തിലാണ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പം എല്ലാവർക്കും പേടിയുണ്ട്, 3 പേർക്കും ചെറുതായിട്ട് പേടിയുണ്ട്. പക്ഷേ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് നമുക്ക് എല്ലാവർക്കും കാണണമല്ലോ, നിങ്ങൾക്കും കാണണമല്ലോ ഈ എക്സ്പീരിയൻസ് എല്ലാം. അപ്പോൾ കാട്ടിലൂടെയുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള ഇനിയുള്ള വിശേഷങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ടച്ച് ആൻഡ് ട്രാവൽസിൻ്റെ ബൈ ബൈ.